വിജേട്ടാ, നമസ്കാരം. ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസം തീരെ വയ്യായിരുന്നു, ഇയർ ബാലൻസ് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എപ്പോഴാ പോകുന്നത് പറയാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അല്ല, അതിന് വയസ്സായി അങ്ങനെ അങ്ങനെ ഒരു വരികയല്ലേ, കുഴപ്പം, അതായിരിക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ അസുഖത്തിന്. നമുക്കത് ടാബ്ലറ്റുകൾ അത് കൊണ്ടു ശരി. നടക്കേണ്ടതായിട്ടുണ്ട്. കൊണ്ടു നടന്നു ഉം, ഉം. കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ ഇതാവും. ശരി, ഇന്ന് മൊത്ത ക്ഷീണമുണ്ട്. എന്തായാലും നമ്മൾ ഇസ്രായേലിനെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇറാൻ, ഇസ്രായേൽ ഇറാൻ ഒരു വലിയ തിരിച്ചടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര വലിയ തിരിച്ചടി അല്ല എന്ന് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട്, ഇറാനും അറിയാം, അമേരിക്കയും പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങോട്ടേക്ക് ഇത്ര മെസ്സേജ് 181 86 മെസ്സേജുകൾ ഇറാൻ അയച്ചു. അത് ഭൂരിഭാഗവും ലക്ഷ്യം കണ്ടില്ല. 99% ഇസ്രായേൽ ആൻഡോം സംവിധാനം ഉപയോഗിച്ച് തടുത്തു. ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുന്നു. പക്ഷെ ആ മരണപ്പെട്ട ആള് ആ മിസൈല് വെസ്റ്റ് ബാങ്കിൽ പോയി വീണ ഒരു പലസ്തീൻകാരനാണ് മരണപ്പെട്ടതെന്നാണ് പിന്നീട് വരുന്ന റിപ്പോർട്ടുകളിൽ ഞാൻ വായിച്ചത്. അപ്പോ ഇന്ന് ഇസ്രായേൽ ഒരു കനത്ത തിരിച്ചടി ഇതിന് നൽകും എന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അത് എങ്ങനെയായിരിക്കും ആ തിരിച്ചടി? ഇപ്പോ തന്നെ ലോകരാജ്യങ്ങൾ ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ആണവ നിലയങ്ങളായിരിക്കും ആക്രമിക്കാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ എണ്ണ പ്ലാന്റുകളായിരിക്കാം, ഓയിൽ പ്ലാന്റുകളായിരിക്കാം, ഈ ചെയ്യാനായിട്ട് പോകുന്നത്, എന്താ പറയാ, ആഹ് ആക്രമിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ പറഞ്ഞിട്ടില്ല എന്ത് തിരിച്ചടിയാണ് നൽകാൻ പോകുന്നതെന്ന്. ഇസ്രായേൽ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇസ്രായേലിന്റെ സംഭവങ്ങളൊക്കെ അറിയാലോ, ഇസ്രായേൽ അത് കൊടുക്കുമ്പോഴേ നമുക്ക് അറിയാനും സാധിക്കുള്ളൂ. ഇറാൻ ആണെങ്കിൽ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. പെഷസ്കിയാനൊക്കെ ആഹ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ സെൽഫ് ഡിഫൻസിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷെ സെൽഫ് ഡിഫൻസിന് വേണ്ടി ഇവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇസ്രായേൽ പോരാടിക്കൊണ്ടിരുന്നത് ഭീകരവാദികളോടാണ്. ആ ഭീകരവാദികളോട് ഇസ്രായേൽ പോരാടുമ്പോൾ എവര് കയറി അടിച്ചു കഴിഞ്ഞാൽ ആ ഭീകരവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്നത് ഇവരാണ് എന്ന് ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയുന്നതിന് തുല്യമല്ലേ. പക്ഷെ ഇന്ന് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലബനോനിൽ ഇസ്രായേല് കരയുദ്ധം തുടങ്ങി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇന്ന് ഹിസ്ബുള്ളയുമായിട്ട് നേർക്ക് നേർ കരയുദ്ധത്തിൽ ഇസ്രായേലിന്റെ 8 പട്ടാളക്കാർ മരിച്ചു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഈ നേരത്തെ തന്നെ ഇവിടെയുള്ള പല ആൾക്കാരും പറയുന്നുണ്ട് ഹിസ്ബുള്ളയെ അങ്ങനെ വില കുറച്ച് കാണണ്ട, അവർ വലിയൊരു ഫോഴ്സാണ്. കരയുദ്ധത്തിൽ എത്തുമ്പോൾ ഇസ്രായേലിന് കുറച്ച് കാര്യങ്ങളൊക്കെ കടുക്കും. അപ്പൊ എനിക്ക് അറിയേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇറാന്റെ ഏം, കൊടുക്കുന്ന തിരിച്ചടി ഏത് തരത്തിലായിരിക്കും? രണ്ടാമത്, കരയുദ്ധത്തിൽ ഇസ്രായേലിന് അടിപതറുകയാണോ? മൂന്നാമത്തെ കാര്യം, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധം വരുമോ? വന്നു കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും? ഇപ്പോ കഴിഞ്ഞ ദിവസം ഇറാന് ഇസ്രായേലിന് നേരെ നടത്തിയ ഒരു ആക്രമണം, മിസൈൽ ആക്രമണം, ഉം. അതില് 90% അയൺ ഡോം ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയുണ്ടായി. എന്നാൽ ഒരു 10% അതെ. ഇസ്രായേൽ പതിക്കുകയും ചെയ്തു. ഈ പതിച്ചതിനകത്ത് ഒരെണ്ണം അവരുടെ ഹമാസിന്റെ ബിൽഡിങ്ങിന് മുൻപിലായിരുന്നു. അപ്പോ ഉം. അതായത് കുറെ സ്ഥലങ്ങളിലൊക്കെ അത് പതിച്ചിരുന്നു. അതായത് അത് ഒരിക്കലും ഇറാൻ മനഃപൂർവ്വം വലിയൊരു യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടോ ഒരു കനത്ത തിരിച്ചടി എന്ന രീതിയിൽ അയച്ചിട്ടുള്ള ഒന്നല്ലത്. കാരണം അവരെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഹിസ്ബുള്ള അവരുടെ പ്രോക്സിയാണ്. ആ സംഘടനയുടെ തലവൻ നസറുള്ള കൊല്ലപ്പെടുന്നു. ഇത് ഹിസ്ബുള്ളയെ അനുകൂലിക്കുന്നവർ ലെബനിൽ മാത്രമല്ല, സിറിയയിലും ഇറാഖിലുമുണ്ട്, ഇറാനിലുമുണ്ട്. അപ്പോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇറാന് അവരെ ആശ്വസിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ വികാരം മാനിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഉം. ഭാഗമായിട്ടാണ് ഇറാൻ അത്തരത്തിലേക്ക് പോയത്. അല്ലാതെ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാനോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അവർ പറഞ്ഞത് പ്രതിരോധത്തിന്റെ ഉം. ഭാഗം എന്ന് പറയുമ്പോൾ അത് വളരെ ക്ലിയർ ആണ്. കാരണം അവരുടെ ആളുകളാണല്ലോ ലെബനിൽ ഈ ഇസ്രായേലോട്ട് പോരാടുന്നത്. അപ്പൊ അവരെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി തങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഇസ്രായേൽ ഇത്രയും നാള് ചെയ്തുകൊണ്ടിരുന്നത് ഹിസ്ബുള്ളയും ഹമാസിനെയും പോലെയുള്ള ആളുകളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നിടത്ത് മാറി ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലിന്റെ ഒരു ലൈനിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു, ഇസ്രായേലിനെ സംബന്ധിച്ച്. ഉം. പിന്നീട് രണ്ടാമത്തെ ഒരു കാര്യം, ഈ ആ, ഈ ഇസ്രായേലിന്റെ തിരിച്ചടി ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഇപ്പൊ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ എണ്ണപ്പാടങ്ങൾക്കോ ഇല്ലെങ്കിൽ ഈ ആണവ നിലയങ്ങൾക്കോ നേരെയാണ് ഒരു ആക്രമണം നടത്തുന്നതെങ്കിൽ അതിന്റെ തിക്തഫലം ഞാനും ധനുഷ് ഉൾപ്പെടെ എല്ലാവരും അനുഭവിക്കേണ്ടതായിരുന്നു. അതെ, കാരണം ഈ അതെ. എണ്ണപ്പാടങ്ങളുടെ ഏറ്റവും ഒരു പ്രത്യേകത നമ്മളിത് കണ്ടതാണ് ഇറാഖിലും മറ്റുമൊക്കെ. ഈ എണ്ണപ്പാടങ്ങൾക്ക് തീപിടിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് അണയ്ക്കുക അസാധ്യമായ കാര്യമാണ്. അത് മാസങ്ങളോളം വർഷങ്ങളോളം നിന്ന് കത്തിയെന്നിരിക്കും. ഇത് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക, ചുരുളുകൾ ഉണ്ടാക്കുന്ന ഒരു ശാരീരിക പ്രശ്നങ്ങൾ വേറൊന്നായി മാറുന്നു. ഒപ്പം തന്നെ ഈ ക്രൂഡ് ഓയിൽ അടക്കമുള്ളവരുടെ വില വർദ്ധിക്കുന്നതിന് വലിയ തോതിൽ ഇടയാക്കും. ഒപ്പം തന്നെ പ്ലാസ്റ്റിക് അടക്കം ഈ പെട്രോളിയം നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം നിലച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഉം. അതുപോലെ തന്നെ ഈ ആണവ കേന്ദ്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു വികിരണങ്ങളും കാര്യങ്ങളും ഒക്കെ എത്രത്തോളം ഒരു മറ്റു രാജ്യങ്ങളെ അത് ബാധിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. വായുവിന്റെ ചലനം അനുസരിച്ചിട്ട്
ഇത് എങ്ങോട്ട് വേണമെങ്കിലും ഇതിന്റെ അണു കിരണങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലേക്ക് ഇസ്രായേൽ അത് ചെയ്യുമോ എന്ന് അറിയില്ല. കാരണം ഇത് രണ്ട് ചെയ്താലും വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി ഉണ്ടാകും. ഈ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി എന്ന് പറയുമ്പോൾ അത് സാധാരണപ്പെട്ട ജനങ്ങളെ, സിവിലിയന്മാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ എണ്ണപ്പാടങ്ങൾക്ക് തീയിട്ട് അതിൽ നിന്ന് ഉയരുന്ന പുകച്ചുള്ളുകളൊക്കെ ഒരുപക്ഷെ കൊച്ചു കുട്ടികൾ അടക്കമുള്ളവർക്ക് ശാരീരിക പ്രശ്നങ്ങൾ പതിറ്റാണ്ടുകളോളം ഉണ്ടാക്കിയേക്കാം. ഏതായാലും അത്രയും ഒരു ക്രൂരത അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നറിയില്ല. അത് മാത്രവുമല്ല, ഈ യുദ്ധം അങ്ങനെ ആ രീതിയിലേക്ക് കനക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ ഇറാൻ അവരുടെ യുദ്ധത്തിന്റെ ഒരു മുനമ്പ് ഈ ഹോർമിസ് കടലിടുക്കിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെ, നമ്മുടെ രാജ്യം ഉൾപ്പെടെ നമ്മൾ ചുറ്റിത്തിരിഞ്ഞ് വേണം പോയി എണ്ണ വാങ്ങി തിരിച്ചിവിടെ കൊണ്ടുവരാൻ. അത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷന്റെ ചാർജ് വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ എണ്ണ, ഇപ്പൊ നമ്മൾ ഇറാന്റെ നിന്നൊക്കെ എണ്ണ വാങ്ങുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള വാങ്ങൽ നിൽക്കും. അങ്ങനെ കുറെ അധികം വിഷയങ്ങളുണ്ട്. ഒരുപക്ഷെ എനിക്ക് കണക്കൂട്ടുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയോ വല്ലതും തട്ടിക്കൊണ്ട് ഒരു തിരിച്ചടി അതിനെ മിക്കവാറും ഇസ്രയേൽ ശ്രമിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഇറാന്റെ മുകളിൽ മിസൈലുകൾ വാരി വിതറിയിട്ടിട്ട് വലിയൊരു ഭീകരാന്തരീക്ഷം ഒന്നും സൃഷ്ടിക്കേണ്ടതായിട്ടില്ല. ഒന്നുകിൽ അവരുടെ പാർലമെന്റിന് നേർക്ക് ഒരു ആക്രമണം നടത്തുക, ഇല്ലെങ്കിൽ അവരുടെ എണ്ണം പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അടി കൊടുത്ത് നിർത്തുക. അത്രയും മാത്രമായിരിക്കും അവരിപ്പോ ഫസ്റ്റ് ഇതായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ഒരു വൺ ടൈം പ്രോഗ്രാം അല്ല, ഇതൊരു സീരിയലാണ്. അപ്പം ഇത് ഇവിടുന്ന് വരുന്നു, അവിടുന്ന് അവരും അതേപോലെ തന്നെ വിടുന്നു, വിട്ട് കഴിഞ്ഞ് പിന്നെയും ചെറിയൊരു ഗ്യാപ്പ് വരുന്നു. ആ ഗ്യാപ്പിനൊക്കെ ശേഷം എവിടുന്നെങ്കിലൊക്കെ വീണ്ടും മിസൈൽ എത്തിയേക്കാം. അതായത് എല്ലാ സമയവും ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം നിലനിൽക്കുന്നു പശ്ചിമേഷ്യയിൽ എന്ന് തോന്നല് അതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഹിസ്ബുള്ളയുടെ ഈ കര യുദ്ധം ആരംഭിക്കുമ്പോൾ തന്നെ ഇസ്രായേലിനും വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇസ്രായേൽ അവരുടെ 98 ഡിവിഷൻ പടയാണ് അവിടെ ഈ യുദ്ധത്തിന് വേണ്ടി വിനിയോഗിച്ചിരിക്കുന്നത്. കാരണം ഇവരൊക്കെ മുമ്പ് ഹിസ്ബുള്ളയായിട്ട് കരയുദ്ധം ചെയ്ത് ശീലമുള്ളവരാ, പരിശീലനം സിദ്ധിച്ചവരാ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ ഇസ്രായേലിലെ കമാൻഡോസുകൾ ചെയ്തിരുന്നത് ഈ അതിർത്തിയിലും മറ്റും കുഴിച്ചിട്ടിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിലേക്കായിരുന്നു. അപ്പോ ഇത്തരത്തിൽ ഇവർക്ക് വളരെ എളുപ്പം കരസേനയ്ക്ക് വണ്ടി ഓടിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അവിടെ. കാരണം അവരുടെ കയ്യിലും ആയുധങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഏത് യുദ്ധത്തിൽ പോകുമ്പോഴും ഒരു സൈന്യത്തെ സംബന്ധിച്ച് കാഷ്വാലിറ്റി പരമാവധി കുറയ്ക്കുക എന്ന രീതിയിൽ തന്നെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ കരസേന ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വ്യോമസേന ബെയ്റൂട്ടിലടക്കം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. ഇതിന്റെ ഇടയിലാണ് നമ്മൾ ഇറാന്റെ ഈ ഒരു കാര്യം നമ്മൾ നോക്കി കാണേണ്ടത്. ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിൽ ഇപ്പൊ അവരുടെ ഈ ന്യൂ ഇയർ ആഘോഷങ്ങളാണ്. അതായത് അവരുടെ ഈ മതപരമായി നോക്കിക്കഴിഞ്ഞാൽ ജൂതന്മാര് ഈ ഉപവാസവും ഒക്കെ എടുക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് പറഞ്ഞു കേൾക്കുന്നത് അവര് ഈ ഹിംസ പ്രവർത്തികളൊന്നും ഈ കാലയളവിൽ ചെയ്യില്ല. അത് നോക്കിയിട്ടാണ് ഇറാൻ ഇന്നലെ അത് വിട്ടതെന്നാണ്. ഇപ്പൊ 2-3 ദിവസത്തേക്ക് ഇവര് എന്നാണ് പറയുന്നത്. അതായത് ഈ 2-3 ദിവസത്തേക്ക് ഇനി ഇവര് അങ്ങനെ ഒരു വലിയ എന്തോണോ ഇപ്പൊ നടക്കുന്ന യുദ്ധം കാര്യങ്ങളൊക്കെ അതങ്ങനെ അങ്ങ് പോകും. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ഇവർ നീങ്ങില്ല. എത്ര ദിവസം, ഒക്ടോബർ 7 വരെ ഉണ്ടത്. അപ്പോ സബാത്ത് എന്നാണ് പറയുന്ന ഒരു പ്രക്രിയ, ഒരു ചടങ്ങാണ്, ഒരു ആചാരമാണ്. അതിന്റെ ഭാഗമായിട്ട് അവരൊന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. അന്നേരം അവര് ഉപവാസത്തിലൊക്കെ ആയിരിക്കും, പ്രാർത്ഥനയിലും ഒക്കെ. അപ്പൊ ഏതായാലും അത് കഴിഞ്ഞിട്ടായാലും അടിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇറാനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനു മുൻപ് അമേരിക്കയുടെ ഒരു പെർമിഷൻ ഇസ്രായേലിന് അനിവാര്യമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒരു പെർമിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അവരിപ്പോ ഈ ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോൾ അവർ ഇലക്ഷന് പോവുക. ഇലക്ഷൻ പോയി കഴിഞ്ഞാല് അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നുകിൽ ഒരു ഒക്ടോബർ ലാസ്റ്റ് മുമ്പ് ഒരു കടുത്ത തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകണം. കാരണം വെച്ചാൽ ഈ അമേരിക്കയുടെ ഒരു ഭരണഘടന അനുസരിച്ചിട്ട് അവരുടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം, അതായത് ഒരു ഭരണാധികാരി അല്ലല്ലോ, തെരഞ്ഞെടുപ്പ് നടക്കുന്നല്ലേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഒരു നിർണായക തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല സാധാരണഗതിയിൽ, ഡിസിഷൻസ് ഒന്നും എടുക്കാറില്ല. അപ്പൊ എന്ത് പറ്റും, ഒന്നുകിൽ അടുത്ത വർഷത്തേക്ക് ഈ അടി മാറ്റി വെക്കും, 2025 ജനുവരിയിലേക്ക്. അങ്ങനെയും വെക്കാം. അങ്ങനെ 2-3 ഓപ്ഷൻസ് ഇവർക്കുണ്ട്. ഒന്ന്, ഇത് കഴിഞ്ഞിട്ട് ഈ ഒക്ടോബർ 7 കഴിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ അതിനു മുമ്പോ ഈ ഒരു താക്കീത് എന്ന നിലയിൽ ഒരു ആക്രമണം നടത്തുക. അതിനുശേഷം കുറച്ചുകൂടി വലിയ ആക്രമണം ഒരുപക്ഷെ സംഭവിക്കുക ഈ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കാം, അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷമാകാം. ഇല്ലെങ്കിൽ പിന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ട്രംപിനെ കണക്കൊക്കെ ഒരു പ്രസിഡന്റാണ് ഇപ്പൊ ഇരിക്കുന്നതെങ്കിൽ ഇസ്രായേലിന് കയറി അടിക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം അല്ല ഇപ്പൊ തെരഞ്ഞെടുപ്പിന് പോകുന്ന നമുക്ക് സാഹചര്യം. അപ്പൊ ഇങ്ങനെ 2-3 സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇവിടെ. ഇത് ഒരു ലോകമഹായുദ്ധമായി മാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക്
ഇറാനിനെ പിന്തുണച്ച് എത്തേണ്ട ഒരേ ഒരു രാജ്യം റഷ്യ. അവരൊരു ഉം, യുദ്ധമുഖത്ത് ലോക്കായി കിടക്കുക, അവർക്ക് വരാൻ കഴിയത്തില്ല. ഉം. പിന്നെ ഉള്ള ഏത് രാജ്യമാണ്? പിന്നെ അല്പമെങ്കിലൊക്കെ മുന്നിട്ടിറങ്ങേണ്ട ശക്തി ഉണ്ടെന്ന് പറയാൻ, ആ മേഖല ശക്തി ഉണ്ടെന്ന് പറയാനുള്ള രാജ്യങ്ങൾ സൗദി അറേബ്യയും തുർക്കിയുമാണ്. തുർക്കി ഓൾറെഡി നാറ്റോയുടെ ഭാഗമാണ്. സൗദി അതെ. അറേബ്യക്കും ഇപ്പൊ യുദ്ധത്തിനകത്ത് പോയി ചെന്ന് ചാടാൻ അവർക്ക് പറ്റില്ല. ഈ ഒരു അവസ്ഥ എങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോ ഇതാ ഞാൻ പറഞ്ഞത്, ഇത് ഒറ്റയടിക്ക് തീരില്ല. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊണ്ടും കുറച്ചു നാളിങ്ങനെ നീണ്ടുപോകും. ഉം, അതിനുള്ള സാധ്യതകളാണ് വളരെ കൂടുന്നത്. പക്ഷെ എന്തായാലും ഈ ഒക്ടോബർ 7-ന് ബെഞ്ചമിൻ നെതന്യാഹു അവിടുത്തെ ജനങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ അവരോടൊരു പ്രസംഗം അദ്ദേഹത്തിന് നടത്തേണ്ടതായിട്ടുമുണ്ട്. അപ്പോ ആ പ്രസംഗത്തിൽ ഇപ്പൊ അദ്ദേഹത്തിന് ഒരു വലിയ എഡ്ജ് കിട്ടി. ഹമാസിനെ ഏതാണ്ട് അവർ പൂർണ്ണമായി ഒതുക്കി. അതെ. രണ്ട് ഹിസ്ബുള്ളയെ അവര് തകർത്തു, അവരുടെ നസറുള്ളയെ കൊന്നു, ഹനിയെ കൊന്നു. ഇതെല്ലാം അവരുടെ ഒരു ഉം. ചാർട്ടിനകത്തുള്ള സാധനമാണ്. അപ്പോ അതിനു മുൻപ് എന്തെങ്കിലും ഒന്നുകൂടെ ചെയ്ത്, കാരണം ഇപ്പൊ ഈ അവിടെ പൊതുവെ ഉയരുന്നൊരു ചോദ്യം, ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞോ എന്നൊരു ചോദ്യം വലുതായിട്ടുണ്ട്. ആ ഒരു വലിയ ചോദ്യം ബെഞ്ചമിൻ നെതന്യാഹു നേരിടുന്നുമുണ്ട്. ആ മരിച്ച ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള രണ്ട് രീതിയിലാണ് അവിടെ അതിനെ കാണുന്നത്. ഒപ്പം ഈ ഒക്ടോബർ 7 കണക്ക് കൂട്ടിക്കൊണ്ട് ലോകത്തെമ്പാടും ഭീകര സംഘടനകള് സ്ഫോടനങ്ങളും മറ്റും പ്രതിഷേധ നടത്താനുള്ള സാധ്യതകൾ, പ്രകടനങ്ങൾ. പ്രതിഷേധ പ്രകടനങ്ങൾ, അതെ. സ്ഫോടനങ്ങൾ നടത്താനുള്ള സാധ്യത കൂടെ ഉണ്ട്. പ്രതിഷേധം ISIS ഇന്ത്യയിലാണ്. ഇന്ത്യയിലാണ്. ബാക്കിയുള്ളത്, അതായത് ഇന്നലെ ഡെൻമാർക്കില് ഉം. ഇസ്രായേൽ എംബസിക്ക് നേരെ ബോംബ് വെച്ചിരുന്നു. രണ്ട് ഓ. ഡാനിഷ് പൗരന്മാരെ പിടിച്ചു. അപ്പോ ഉം. അതിപ്പോ നമ്മുടെ രാജ്യത്ത് 1993-ലാണെന്ന് തോന്നുന്നു, നമ്മുടെ ദില്ലിയിലുള്ള ഈ ഇസ്രായേൽ എംബസിയുടെ സമീപം ഒരു കാർ ബോംബ് സ്ഫോടനം നടന്നിരുന്നു. ആ സ്ഫോടനം നടത്തിയ ആളെ മൊസാദ് കൊല്ലുകയായിരുന്നു പിന്നീട്, ഇവിടെ വെച്ചല്ല, ഉം, വേറൊരു ഉം, വിദേശ ഉം. രാജ്യത്ത് വെച്ച്. അപ്പൊ അതവര് തീർത്തു. പക്ഷെ അത് വലിയ കാര്യമായ സ്ഫോടനം ആയിരുന്നില്ല അത്. അപ്പോ ഇതേപോലെ ലോകത്തെമ്പാടും ഈ ഒക്ടോബർ 7-ന് നടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്പം വളരെ നിർണായകമായ ഒന്നായിട്ട് തന്നെ വേണം കാണാൻ. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ജൂത സ്ഥാപനങ്ങൾക്കും, എംബസി മാത്രമല്ല ജൂതന്മാർക്കുള്ള, ഗുജറാത്തിലടക്കം അവർക്ക് സ്കൂളുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോ ഈ ജൂത സ്ഥാപനങ്ങൾക്കൊക്കെ അവിടെ അവർ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഒക്ടോബർ 7-ന് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. പൊതുവിൽ ഇതാണ്, ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയിട്ടാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. കാരണം നമ്മൾ അല്ല, ഇതിപ്പോ ഞാൻ അടക്കമുള്ള ഒരു കാര്യം രാജ്യങ്ങൾ ചോദിക്കട്ടെ. മുന്നിലുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കൂ ഇസ്രായേൽ? എണ്ണപ്പാടങ്ങളെ ആക്രമിക്കാൻ സാധ്യത കുറവാണെന്നാണ് വിചേട്ടാ എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഇറാന്റെ എണ്ണപ്പാടങ്ങളെ മിക്കവാറും നോക്കി നടത്തുന്നത് ചൈനയും അമേരിക്കയൊക്കെയാണ്, കുറേയേറെ കുറെയൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്ത്യക്കും അവിടെ എന്തൊക്കെയോ കൈയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അവിടെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു എന്താണ്, ലോകരാജ്യങ്ങൾ വലിയ രീതിയിൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് വലിയ ഒരു ആഗോള പ്രശ്നമായിട്ട് ഈ സംഭവങ്ങൾ മാറില്ല. അപ്പൊ ഇസ്രായേൽ അതിന് മുതിരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് എനിക്ക്. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് രണ്ടിലും അവർ ചെയ്യാൻ സാധ്യതയില്ല. അത് ഈ നമ്മൾ ഉം. ഇതിന്റെ ഒരു തിക്തഫലം അനുഭവിച്ചിരുന്നവരാ. കാരണം ഈ ഇറാഖില് പിന്നെ സദാം ഹുസൈന്റെ ഒക്കെ പോകുന്ന സമയം വന്നപ്പോ തന്നെ അവിടുത്തെ എണ്ണപ്പാടങ്ങളൊക്കെ അവിടുത്തെ പട്ടാളം തീയിട്ടായിരുന്നു. ഈ തീ അതെ. കെടുത്തുക കെടുത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. ഇത് നിന്ന് കത്തും മാസങ്ങളോളം. നിന്ന് കത്തിക്കഴിഞ്ഞ് ഇതിൽ നിന്ന് ഉയരുന്ന ഒരു പുകയുണ്ട്. ആ പുക വളരെയധികം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇതാ. ഇനി ഈ പുക ഇറാഖിന്റെ മുകളിലോ ഇല്ല ഇറാന്റെ മുകളിലോ നിൽക്കുമെന്ന് കരുതുന്നിടത്താണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഈ കാറ്റത്ത് ഈ പുക പടലങ്ങൾ എങ്ങോട്ടും ചലിക്കാം. അതുപോലെ തന്നെയാണ് ഈ ആണവ ആ, വ്യാപിക്കുന്നത്. അങ്ങനെയാണ്, എങ്ങോട്ട് വേണമെങ്കിലും ചലിക്കായത്. അപ്പൊ അങ്ങനെ ഒരു ഉം. സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ പോയില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിനുള്ള ഒരു എഡ്ജ് നഷ്ടപ്പെട്ടു പോകും. അത് മാത്രമല്ല, ഇറാന് അവരുടെ ആണവ നിലയങ്ങളൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവര് വെറുതെ ഇരിക്കില്ല. അവരാദ്യം ലക്ഷ്യം വെക്കുന്നത് ഈ ഹോർമീസ് കടയിടുക്കിന്റെ ആ ഭാഗം പിടിച്ചെടുക്കുക, അവിടെ ആയിരിക്കും. കാരണം ഇത് ഞങ്ങൾ ഉം. മാത്രമല്ല, എല്ലാരും കൂടെ അനുഭവിക്കട്ടെ എന്ന് കരുതുവരും. കാരണം അതുവഴിയാണ് ഉം. ഈ എണ്ണ കച്ചവടം കൂടുതൽ നടക്കുന്നത്, ഷിപ്മെന്റ് ഒക്കെ. നമ്മുടെ ഇന്ത്യ പോലും ഉം. അതുവഴിയാണ് നടത്തുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉം. ഹോപ്പ് മുൻപ് ചുറ്റി വരേണ്ടി വരും. നല്ല പൈസ ഉം. മുടക്കേണ്ടി വരും അതിന്. അപ്പൊ ഇതൊന്നും കൊണ്ട് അതിനകത്ത് മുതിരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അമേരിക്കയാണല്ലോ ഇതിന്റെ ഒരു ആത്യന്തികമായി ഇത് പറയുന്നത്, എങ്ങോട്ട് ടാർഗറ്റ് വെക്കണം. അവരും അത് ഉം. ചെയ്യിക്കത്തില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇസ്രായേലിന്റെ ഒരു 8 സൈനികർ മരിച്ചിട്ടുണ്ടല്ലോ. ഈ ഹിസ്ബുള്ള ശക്തമാണോ കരയുദ്ധത്തിൽ? എന്താ തോന്നുന്നത്? അല്ല, ഹിസ്ബുള്ള ഈ ഇസ്രായേലുമായിട്ട് കരയുദ്ധം നടത്തിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഉം. നമുക്ക് ഒരു യുദ്ധത്തിൽ ഒരു സൈനികന് വേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ.
ഇപ്പം നമ്മുടെ കരസേനയ്ക്ക് ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ നമ്മളുടെ ബോർഡറിൽ കാശ്മീരിലായാലും പഞ്ചാബിലായാലും ഒക്കെ അവിടെ യുദ്ധം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നമ്മൾ എപ്പോഴും അവിടെ നിയമിക്കുന്നത്. കാരണം അവർക്ക് അവിടുത്തെ കാറ്റിന്റെ ഗതി അറിയാം, മണ്ണിന്റെ സ്വഭാവം അറിയാം, ഇത് ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് അറിയാം, കൃത്യമായിട്ട് അറിയാം. ഇത് തന്നെ ആയിരിക്കും ഹിസ്ബുള്ളയ്ക്ക് അറിയാവുന്നത്. അവരും അവിടെ നിന്നിട്ട് തന്നെ പോരാടിയതാണ്. ഇതേപോലെ യുദ്ധം വന്ന് 2006 34 ദിവസം അന്ന് ഇസ്രായേലോട്ട് പിടിച്ചു നിന്നവര്. 2006 34 ദിവസം കരയുദ്ധത്തിൽ പിടിച്ചു നിന്നവര്. അപ്പം അവർക്കതറിയാം. പിന്നെ ഇവരെ വിഷമിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇസ്രായേൽ സേനയ്ക്ക് ഒരുപാട് തലവേദന സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ ഈ തുരങ്കങ്ങളുണ്ട്. ഈ തുരങ്കങ്ങളുണ്ട്, മൈൻ അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ വലിയ രീതിയിൽ കുഴിച്ചിടുന്നുണ്ട്. ഇതിനെല്ലാം ക്ലിയർ ചെയ്ത് വേണം ഇവർക്ക് മുമ്പോട്ട് പോകാൻ. എനിക്ക് തോന്നുന്നു ഈ 8 പേർ കൊല്ലപ്പെട്ടത് ലെബനീസ് മാധ്യമങ്ങൾ പറയുന്നത് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷെ അല്ലാതെ ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്തകളൊക്കെ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന് സാധ്യത കൂടുതലാണ് ഈ സ്ഫോടനം. കാരണം ഈ ഭൂമിക്കടിയിലും മറ്റേ ഒരു കുഴിച്ചിട്ടിരിക്കുന്ന റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാം. അങ്ങനെ ആകാം എന്തായാലും. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് 8 പട്ടാളക്കാർ കൊല്ലപ്പെടുക എന്നുള്ള ചെറിയ വാർത്തയല്ല, വലിയ വാർത്ത തന്നെയാണത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അത് ഭയങ്കര അഭിമാനകരമായി പറയത്തക്ക ഒന്നാണ്. ഞങ്ങൾ അവരുടെ പട്ടാളക്കാരെ കൊന്നു, 3 ടാങ്കുകൾ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. 3 ടാങ്കുകൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു എന്നും കൂടെ ഹിസ്ബുള്ള പറയുന്നുണ്ട്. എന്തായാലും ഏതായാലും ഹിസ്ബുള്ള തീർക്കുക എന്നാണ് ഇപ്പൊ ലക്ഷ്യം. കാരണം ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഒന്നും അനക്കൊന്നും കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഹമാസ് ഏതാണ്ടൊക്കെ തീർന്നു, ഒതുങ്ങി പോയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. തീർന്നു ഏതാണ്ട് ഒതുങ്ങി. ഹിസ്ബുള്ള തീർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ ഇറാൻ ഏത് രീതിയിലുള്ള തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നതെന്ന് അറിയാത്തൊരു സാഹചര്യം. ലോകരാജ്യങ്ങൾ മുഴുവൻ എന്താണ്, അമേരിക്ക അടക്കം വൈറ്റ് ഹൗസിൽ മീറ്റിംഗ് കൂടുന്നു എന്ന് പറയുന്നു. എന്തായാലും അല്ല, ഇനിയിപ്പോ ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇറാന് കൊടുക്കേണ്ട അടി ചിലപ്പം ഹൂത്തിക്ക് കൊടുത്തേക്കും. അതിന് സാധ്യത കൂടുതലാണ്. കാരണം ഹൂത്തി അല്ലല്ല തട്ടാന്ന് മാത്രമല്ല, കൂടുതൽ ആധുനിക രീതിയിലുള്ള ആയുധങ്ങൾ ഹൂത്തികൾക്കുണ്ട്. ഈ ബാലിസ്റ്റിക് മിസൈല്, ഈ ഫത്ത മിസൈല്, ഈ ഇറാൻ നേരിട്ട് കൊണ്ട് കൊടുക്കുന്ന ടീമുകൾ അവരാ, ഹൂത്തികൾക്കാ. അതുപോലെ ഈ കപ്പൽ വേദ മിസൈലും ഒക്കെ ഉണ്ട് അവർക്ക്. അപ്പൊ അവരല്പം ശക്തമാണ്. അപ്പൊ ഇനി അവരെ തീർക്കുക എന്നുള്ളതാണ്. അവരെ തീർക്കുന്നതിന് പിന്നെ ഇസ്രായേലിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അത് ഈ അമേരിക്കൻ സംഘാംഗങ്ങളെല്ലാം കൂടെ കയറി അവന്മാരെ നശിപ്പിച്ചാളെ. അപ്പൊ അതിന് സാധ്യത വളരെ കൂടുതലാണ് ഹൂത്തികൾക്ക്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഏതായാലും യുദ്ധം ആർക്കും നല്ലതല്ല. എല്ലാവരും പറയുമ്പം അതെ ഇപ്പോ ഇറാൻ ഇസ്രായേലിലോട്ട് മെസ്സേജ് അയച്ചപ്പോഴേ അങ്ങോട്ട് മെസ്സേജ് വീഴുന്നതിന് മുമ്പേ ഞാൻ കണ്ട വാർത്ത എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു, 5% 10% കൂടി എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക മാന്ദ്യം, വലിയ രീതിയിലുള്ള വിഷമങ്ങൾ നമുക്കും ഉണ്ടാവും. ഡയറക്റ്റ് നമ്മുടെ വീട്ടിനകത്ത് വരെ ബാധിക്കുന്ന സംഭവമാണ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധം നല്ലതിനല്ല. എങ്കിലും ഇസ്രായേലിന് ഇപ്പൊ പൂർണ്ണ സപ്പോർട്ട് കൊടുത്ത് ഞങ്ങൾ രംഗത്തുണ്ടെന്ന് അമേരിക്ക പറയുകയാണ്. ഇപ്പോ പല രാജ്യങ്ങൾ ഇന്ന് ക്വാഡാണോ, അതെ, വേറെ ഏതോ ഒരു സഖ്യമുണ്ട്. ആ സഖ്യം അടക്കം ഈ തിരിച്ചടിക്കണം എന്ന് ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സപ്പോർട്ട് ഉണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഇറാൻ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റഷ്യ പോലും അവരുടെ കൂടെ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം വരും മണിക്കൂറുകളിലാണോ, വരുന്ന ദിവസങ്ങളിലാണോ, അതിന് ബിജുചേട്ടൻ പറഞ്ഞ പോലെ 2025 ഇവർ തിരിച്ചടി കൊടുക്കാൻ പോകുന്നത്, ഏത് രീതിയിലായിരിക്കും തിരിച്ചടി എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തിരിച്ചടിക്കുന്നത് അയത്തുള്ള ഖമേനിയെ പോലുള്ള ഒരു നേതാവിന്റെ വധത്തിലൂടെ ആണെങ്കിൽ അത് ഇനി ഏത് ലെവലിലോട്ട് പോകും എന്നുള്ളത് നമുക്ക് എല്ലാം കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. എന്തായാലും നിലവിൽ ഇസ്രായേൽ തിരിച്ചടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇസ്രായേൽ കരയുദ്ധം ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇസ്രായേലിന്റെ 8 സൈനികർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു ബിജുട്ടാ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.